السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ, ഏറെ സ്നേഹം നിറഞ്ഞ കുളപ്പള്ളി നിവാസികളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന യാത്രക്കാരെ, സഹോദരി സഹോദരന്മാരെ, 7-ാം നൂറ്റാണ്ടിൻ്റെ കൂരിരുട്ടിലേക്ക് മാനവിക വിമോചനത്തിൻ്റെ പ്രകാശദീപവുമായി കടന്നു വന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത പാഠങ്ങളായി വിറക്കുന്ന ഇത്തരുണത്തിൽ തിരുനബി കാലം തേടുന്ന വിമോചകൻ എന്ന പ്രമേയത്തിൽ ഗ്രീൻ വാലി യൂണിയൻ ഫോർ ഐഡിയൽ ഡെവലപ്മെന്റ് എഫേർട്സ് സംഘടിപ്പിച്ചിട്ടുള്ള വാഹന പ്രചരണ ജാഥയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പുതിയ കാലത്തെ മനുഷ്യരെ അസ്വസ്ഥമാക്കുന്ന 100 കൂട്ടം പ്രശ്നങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. മനസ്സമാധാനം നഷ്ടപ്പെട്ട് മനുഷ്യരുടെ ജീവിത രീതി ആകപ്പാടെ മാറിപ്പോയിരിക്കുന്ന ഒരവസ്ഥ. തീർത്തും ഒരു യന്ത്രം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ പ്രവർത്തിച്ചു പോകുന്ന നാം അടങ്ങുന്ന ഓരോ മനുഷ്യകുലം. നമ്മുടെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മേഖലകളെല്ലാം പൈശാചികതയുടെ കൂത്തരങ്ങളായി മാറിയിരിക്കുന്നു. അനീതിയും അക്രമവും എല്ലാം നിത്യവാർത്തകളായി നിസ്സാരപ്പെട്ടു പോയിരിക്കുന്ന ഒരു ലോകം. അങ്ങനെ ഒരുപാട് അഴിമതിയും അക്രമവും നിറഞ്ഞു നിൽക്കുന്ന ഈ രാജ്യത്ത്, ഈ ലോകത്ത് മാനവ സംസ്കൃതിയുടെ ചരിത്രത്താളുകളിൽ എന്നെന്നും പ്രക്ഷോഭിച്ചു നിൽക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതാധ്യാപനങ്ങൾക്ക്, വിമോചനാധ്യാപനങ്ങൾക്ക് പ്രസക്തിയേറി വരികയാണ്. പ്രിയമുള്ളവരെ, പ്രവാചക ദൗത്യകാലത്തുണ്ടായിരുന്ന ഒരു ജനത അവരുടെ സാമൂഹികവും ചരിത്രപരവുമായ ജീവിത മണ്ഡലങ്ങളെ പറ്റി ചരിത്രം വാചാലമായി സംസാരിക്കുന്നുണ്ട്. കല്ലും പുല്ലും എന്താണോ അവരുടെ കണ്ണിൽ കണ്ടത് അതിനു മുമ്പിൽ സുജൂദ് ചെയ്തിരുന്നൊരു ജനത. പ്രപഞ്ച സൃഷ്ടാവായ ഈ ലോകത്തെ മുഴുവൻ പടച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പകരം സൃഷ്ടിജാലങ്ങളെ ആരാധിച്ചിരുന്നൊരു സമൂഹം. മരിച്ചവരുടെ ആത്മാക്കൾക്കും മാലാഖമാർക്കും സുജൂദ് ചെയ്തിരുന്ന ജനത. അങ്ങനെ ഒരുപാട് അധോന്മുഖമായ മാനസിക വ്യവഹാരങ്ങളും വികൃത വിശ്വാസങ്ങളും ജീവിതത്തിന്റെ താളം തന്നെ കെടുത്തിരുന്ന ഒരു ജനത. പുരോഹിതന്മാരും ഭാവി പ്രവചനക്കാരും ഈ ചൂഷണത്തിന്റെയും ഈ അധോന്മുഖമായ സമൂഹത്തിന്റെ സന്ദർഭം മുതലെടുത്ത് ചൂഷണത്തിന്റെയും എല്ലാം കവാടങ്ങൾ മലർക്കെ തുറന്നു വെച്ചൊരു സമയം. ഈ ഇരുണ്ട, ഈ കറുത്ത, ഈ ജാഹിലിയത്തിന്റെ കാലഘട്ടത്തിലേക്കാണ് ഇസ്ലാമിന്റെ പ്രവാചക ദൗത്യവുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രംഗപ്രവേശനം ചെയ്തത്. നിങ്ങൾ, മനുഷ്യ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. ഈ ലോകത്തെ പടച്ച, നിങ്ങളെ പടച്ച, നിങ്ങളുടെ പൂർവികരെ പടച്ച, നിങ്ങൾക്ക് അന്നം നൽകുന്ന, നിങ്ങൾക്കെല്ലാം നൽകുന്ന അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. ഈ മനുഷ്യ സമൂഹത്തിൽ, ഈ സൃഷ്ടിജാലങ്ങളെ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യർ എന്തിനാണ് മറ്റു മനുഷ്യർക്ക് മുമ്പിലോ മറ്റു മൃഗങ്ങൾക്ക് മുമ്പിലോ മറ്റു ചിലകൾക്ക് മുമ്പിലോ കൈകോപ്പി നിൽക്കുന്ന, അടിമഭാവത്തിൽ കൈകോപ്പി നിൽക്കുന്നത്? അങ്ങനെ കടുത്ത വിമോചനത്തിന്റെ അധ്യാപനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അങ്ങനെ ഈ സമൂഹത്തിന് ഈ വിമോചന അധ്യാപനങ്ങൾക്ക് ചെവി കൊടുത്തവർ പൗരോഹിത്യ ചൂഷണത്തിന്റെ അടിവേരർക്കപ്പെട്ടു. കേവലം 2 ദശാബ്ദങ്ങൾക്കുള്ളിൽ തന്നെ ഈ ബഹുദൈവ സങ്കല്പത്തിന്റെ അടിവേരർക്കപ്പെടുകയുണ്ടായി. എന്തിനേറെ, ഈ ലോകത്തിന്റെ നെറുകയിലിരുന്നത് ഈ വിശാലമായ ലോകത്തെ ഭരിക്കാൻ മാത്രം പ്രാപ്തരായിരുന്നു ആ സമൂഹം. അങ്ങനെ ഒരുപാട് വളരെ ശക്തമായ രീതിയിലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് 7-ാം നൂറ്റാണ്ടിൽ നടപ്പിലാക്കിയ ഈ വിമോചനാധ്യാപനങ്ങൾ. പുരാതന മരുഭൂനിവാസികളുടെ അവസ്ഥ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ 21-ാം നൂറ്റാണ്ടിലെ ജനങ്ങളുടെ അവസ്ഥ. ഒരുപാട് ഉന്നത മേഖലകളിൽ ജോലി ചെയ്യുന്നവരും ഒരുപാട് നേതാക്കന്മാരും മന്ത്രിമാരും ഒരുപാട് വിവരങ്ങളും ബുദ്ധിജീവികളുമായ മനുഷ്യർ മറ്റു ഉടുതുണിയില്ലാത്ത മനുഷ്യർക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കാൻ ലജ്ജയില്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കല്ലും പുല്ലും എലിയും പശുവുമാണ് നമ്മിൽ പലരുടെയും ആരാധർ.
പശുവിൻ മാംസം ഭക്ഷിച്ചതിന്റെ പേരിലും പശുവിൻ മാംസത്തെ വിറ്റതിന്റെ പേരിലും ഒരുപാട് മനുഷ്യര് ജീവിതത്തെ കരുണയില്ലാതെ മനുഷ്യത്വമില്ലാതെ കൊള്ളുതള്ളുന്നൊരു സമൂഹം. അങ്ങനെ ഒരുപാട് വികൃതമായ ആചാരങ്ങൾ തുളുമ്പിടുന്ന ഈ 21-ാം നൂറ്റാണ്ടിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിമോചന അധ്യാപനങ്ങൾക്ക് പ്രസക്തി ഏറി വരികയാണ്. മനുഷ്യൻ മൃഗവിസർജ്യത്തിന് അടിമയായി തീർന്നിരിക്കുകയാണ്. പശുവിൻ മൂത്രം കുടിച്ച് ദിവ്യാനുഭൂതി നുകരാനും ചാണകത്തെ വിശുദ്ധമെന്ന് വാഴ്ത്താനും വരെ ഈ പരിഷ്കൃത ലോകത്തെ മനുഷ്യർ അധപ്പതിച്ചു പോയിരിക്കുന്നു. ഇതിനുള്ള ഏക കാരണം അള്ളാഹുവിനെ അല്ലാതെ, യഥാർത്ഥ ദൈവത്തിൻ്റെ അല്ലാതെ മറ്റു മനുഷ്യർക്ക് മുമ്പിൽ, മറ്റു ഇലാഹുകൾക്ക് മുമ്പിൽ, നിങ്ങൾ കെട്ടിച്ചമച്ച ഇലാഹുകൾക്ക് മുമ്പിൽ കൈകോപ്പി അവർക്ക് മുമ്പിൽ സുജൂദ് ചെയ്തത് കൊണ്ടാണെന്നതല്ലാതെ വേറെ സംശയമില്ലത്. ഈ പ്രശ്നങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടാനുള്ള, ഈ സമൂഹത്തിൽ സന്തോഷവും സന്തുലിതത്വവും നിലനിൽക്കാനുള്ള, വിശ്വാസ വിമോചനം സാധ്യമാക്കാനുള്ള ഏക പരിഹാരം അന്ന് 7-ാം നൂറ്റാണ്ടിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു, ജീവിച്ചു, പ്രായോഗവൽക്കരിച്ചെന്ന ഇസ്ലാം മതവിശ്വാസം തന്നെയാണ്, ഏകദൈവ വിശ്വാസം തന്നെയാണ്. നമ്മുടെ ഈ സമൂഹത്തിൽ ഒരുപാട് ഉച്ചത്തിൽ പ്രതിധ്വനിച്ചു കേൾക്കുന്ന ഒരു വിഷയമാണ് സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ സുരക്ഷ. മതേതര സാംസ്കാരിക സാമൂഹിക ഭൂമികളിൽ പോലും സ്ത്രീ അടിച്ചമർത്തലിനും പീഡനങ്ങൾക്കും ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. സിനിമാ മേഖലകളിൽ മാത്രമല്ല, അനിയന്ത്രിതമായി സ്ത്രീ പുരുഷ കൂടിച്ചേരലുകൾക്ക് വേദിയാക്കുന്ന ഇടങ്ങളിലെല്ലാം സ്ഥിതി ഇത് തന്നെയാണ്. ഒരുപാട് സ്ത്രീകൾ ഒരുപാട് ദിവസങ്ങളിൽ, മണിക്കൂറുകളിൽ തന്നെ 87 സ്ത്രീകൾ പീഡനത്തിരയാകുന്നെന്ന് പല കണക്കുകളും നമുക്ക് കാണിക്കാൻ കഴിയുന്നുണ്ട്. കേരള പോലീസിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് ഈ 2024 1857 സ്ത്രീകളാണ് പീഡനത്തിനിരയായിട്ടുള്ളത്. ദ വുമൺ ആൻഡ് മെൻ ഇന്ത്യയുടെ കണക്കിൽ പറയുന്നുണ്ട്, ഇന്ത്യ രാജ്യത്ത് പ്രതിദിനം 18,887 സ്ത്രീകളുടെ പീഡന കേസുകൾ, അടിച്ചമർത്തലിന്റെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് മനുഷ്യരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് 87 സ്ത്രീകളാണ് ഓരോ മണിക്കൂറിലും പീഡിപ്പിക്കപ്പെടുന്നത്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കേസുകൾ ഇതിൻ്റെ എല്ലാം 10 മടങ്ങ്, ഇതിൻ്റെ എല്ലാം വളരെ അകലെയാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിച്ച് മനസ്സിലാകാവുന്നതാണ്. 7-ാം നൂറ്റാണ്ടിന്റെ അറേബ്യൻ പൗരാണിക അറേബ്യയുടെ മണ്ണ് പിറന്നു വീണത് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടാൻ മടിയില്ലാത്തൊരു സമൂഹം. പ്രവാചകൻ പ്രഖ്യാപിക്കുകയുണ്ടായി, നിങ്ങൾ പട്ടിണിയെ ഭയന്നുകൊണ്ട്, നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട്, നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങളെ, കുട്ടികളെ, നിങ്ങളുടെ പൊന്നോമന കുട്ടികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ കാരുണ്യത്തെ നിങ്ങൾ കൊല്ലരുത്, നിങ്ങൾ അറുകൊല ചെയ്യരുത്. അല്ലാഹുവാണ് നിങ്ങൾക്കും അവർക്കും നമുക്കെല്ലാവർക്കും ഭക്ഷണം നൽകുന്ന വളരെ ശക്തമായ, വളരെ ഒരു പവറുള്ള ശക്തമായ ഒരു പാഠം ജനതയ്ക്ക് നൽകുകയുണ്ടായി. സ്ത്രീ വിമോചനം സാധ്യമാക്കാനുള്ള, ഈ സമൂഹത്തിന്റെ പാതി വരുന്ന സ്ത്രീകൾക്ക് സുരക്ഷയും സ്വാഭിമാനവും സാധ്യമാക്കാനുള്ള ഏക പരിഹാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് 7-ാം നൂറ്റാണ്ടിൽ, ആ കറുത്ത ഇരുണ്ട 7-ാം നൂറ്റാണ്ടിൽ എന്തുതരം വിദ്യാഭ്യാസമാണോ, എന്തുതരം സാമൂഹ്യ പരിവർത്തനമാണോ കാഴ്ചവെച്ചത്, അതുപോലെ ഒന്ന് നാമും കാഴ്ചവെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ സമൂഹത്തെ, ഈ ലോകത്തെ ഒരുപോലെ വരിഞ്ഞു മുറുക്കിയ ഒരു വളരെ വലിയ കുയിൽ ചാടിക്കുന്ന ഒന്നാണ് ലഹരി. നമ്മുടെ മെട്രോപൊളിറ്റിക്കൽ സിറ്റികളെയും കുഗ്രാമങ്ങളെയും ഒട്ടനേകം മുറുകെ പിടിച്ചൊരു നീരാളി തന്നെയാണ് ലഹരി. നടുവൊടിഞ്ഞ വൃദ്ധന്മാരും കൗമാരപ്രായക്കാരും യുവാക്കളുമെല്ലാം ഈ മാദക ലഹരിയുടെ മയക്കത്തിലാണ്. എന്തിനേറെ UP സ്കൂളുകൾ മുതൽ പ്രൊഫഷണൽ ക്യാമ്പസുകൾ വരെ ഈ ലഹരിയുടെ മയക്കത്തിലാണ്. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഒരുപാട് പല പേരുകളില്ല, പല രീതിയിലുള്ള ലഹരികൾക്ക് അടിമയായി തീരുകയാണ് ഈ സമൂഹം. ഒരു കണക്കുകൾ പറയുന്നുണ്ട്, ഇന്ത്യ രാജ്യത്ത് ലഹരി ഉപയോഗിക്കുന്നതിൽ 40% പേരും 18 വയസ്സ് മാത്രം, വെറും 18 വയസ്സ് മാത്രം തികഞ്ഞിട്ടുള്ള ആൾക്കാരാണെന്ന്. അതിലധിക പേരും, നല്ലൊരു ശതമാനം സ്ത്രീകളാണെന്ന കാര്യം നമ്മെ ഓരോരുത്തരെയും അമ്പരിപ്പിക്കുന്നത് തന്നെയാണ്. ആധുനിക ലോകത്തിലെ പോലെ തന്നെ ഒരുപാട് ലഹരിയിൽ അടിമപ്പെട്ട്, ലഹരിയില്ലാതെ ജീവിക്കാൻ കഴിയുകയില്ല, ലഹരി ഉണ്ടായാലേ ഞങ്ങൾക്ക് നടക്കാവൂ, ശ്വസിക്കാവൂ എന്ന് കരുതിയിരുന്ന ജനത തന്നെയായിരുന്നു 7-ാം നൂറ്റാണ്ടിലെ ജനതയും. ഞാൻ മരിച്ചാൽ എന്നെ നിങ്ങൾ മുന്തിരി വള്ളിയുടെ താഴെ കുഴിച്ചു കൂടണം,
അതിലൂടെ ഇറങ്ങി വരുന്ന, അതിൻ്റെ വേരുകളിലൂടെ ഇറങ്ങി വരുന്ന മദ്യം നുകർന്ന് എൻ്റെ ദ്രവിച്ചെല്ലുകൾ സായുജ്യമടയട്ടെ എന്ന് കരുതിയിരുന്ന ജനത. ആ ജനതയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിവർത്തനം മൂലം അങ്ങ് ആ മരുഭൂനിവാസികളിൽ, ആ മക്ക മണലാരുണ്യത്തിൽ മദ്യവീപ്പകളുടെ ഒരു പുഴ തന്നെ കുത്തിയൊലിക്കുകയുണ്ടായി. അത്രമേൽ ശക്തമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മദ്യത്തിനെതിരെയുള്ള, ഈ ലഹരിക്കെതിരെയുള്ള ഓരോ പ്രയോഗങ്ങളും വിമോചനങ്ങളും. ഇന്നും എന്നാണോ ഈ ലോകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടപ്പിലാക്കിയ ഈ വിമോചന അധ്യാപനങ്ങൾക്ക് ചെവി കൊള്ളാനും അത് സ്വീകരിക്കാനും തയ്യാറാകുന്നത് അന്നു മാത്രമേ ഈ ലോകത്ത്, ഈ കാലഘട്ടത്തിൽ, ഈ 21ാം നൂറ്റാണ്ടിലും ലഹരിയിൽ നിന്ന് നമുക്ക് പൂർണ്ണമായി വിമുക്തി നേടാനാകുകയുള്ളൂ. നമ്മുടെ സർക്കാരുകളും നമ്മുടെ നിയമപാലകരും ഒരുപാട് പേരുകൾ ശക്തമായ നിയമങ്ങൾ കൊണ്ടും ശിക്ഷാമുറകൾ കൊണ്ടും ഈ ലഹരിക്കെതിരെ, ഈ മാരകമായ നീരാളികൾക്കെതിരെ അത് നിർത്തലാക്കാനും അതിൻ്റെ ഉപഭോഗവും എല്ലാം നിർത്തലാക്കാൻ വേണ്ടി പല ശിക്ഷാമുറകൾ നടപ്പിലാക്കിയിട്ടും കൂടുകയില്ലാതെ മറ്റൊന്നും ഈ കാലഘട്ടത്തിൽ കാണാൻ കഴിയുന്നില്ല. ഒരു ദിനപത്രത്തിൽ കേരളത്തെ പറയുന്ന, ഇന്ത്യയിലെ ഒരു പ്രമുഖ ദിനപത്രത്തിൽ കേരളത്തെ പറയുന്ന ഒരു വാക്കുണ്ട്: സിന്തറ്റിക് ഡ്രഗ് അബ്യൂസ്, ഷാർപ്പ് പ്രൈസ് ഇൻ സിന്തറ്റിക് ഡ്രഗ് അബ്യൂസ് ഇൻ കേരള. ഈ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ കൃത്രിമ ലഹരിയുടെ ഉപയോഗം കുതിച്ചുവരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടപ്പിലാക്കിയ, അദ്ദേഹം ഈ ലോകത്ത് പ്രായോഗവൽക്കരിച്ച് കാണിച്ചു തന്ന ഈ ശിക്ഷാമുറകളും ദൈവപരലോക വിശ്വാസവും ദൃഢമാക്കുന്നത് മൂലം മാത്രമേ ഈ ലഹരിയിൽ നിന്ന്, ഈ വളരെ വിഷമായ ലഹരിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയുകയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, അതുപോലെ തന്നെ വളരെ വേദനാജനകമായ, വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ദാരിദ്ര്യം. ഈ ഇന്ത്യ രാജ്യത്ത്, ഈ വികസന രാജ്യമെന്ന് നാം ഗീർവാണം വയ്ക്കുന്ന ഇന്ത്യ രാജ്യത്ത് 63% പേരുടെയും 63% ആളുകളുടെയും ദിവസ വരുമാനം വെറും 32 രൂപ മാത്രമാണെന്ന് കണക്കുകൾ നമ്മെ കാണിക്കുന്നുണ്ട്. ഇത് ഞാനോ നിങ്ങളോ പറഞ്ഞുണ്ടാക്കിയ കണക്കുകളല്ല, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കുകൾ പറഞ്ഞ കണക്കുകളാണ്. ഇന്ത്യ രാജ്യത്ത് 63% ആളുകളും വെറും 32 രൂപ മാത്രം ദിവസ വരുമാനമുള്ളവരാണെന്ന്. വളരെ ദാരിദ്ര്യത്തിലെ കുയിലേക്ക് വീഴുന്നവരാണ് ഈ ലോകത്തിൻ്റെ, ഈ ഇന്ത്യ രാജ്യത്തിലെയും മറ്റു രാജ്യങ്ങളുടെയും ജനങ്ങൾ. എവിടെയാണോ ചൂഷണവും അടിമത്തവും അതുപോലെ തന്നെ പൂത്തിവയ്പ്പുമുള്ളത്, അവിടെയെല്ലാം ഈ സാമ്പത്തിക ചൂഷണമുള്ളിടത്തെല്ലാം സ്ഥിതി ഇത് തന്നെയാണ്. ഒരുപാട് വർഷകാലം കൊണ്ട് കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി നൂറ്റാണ്ടുകളോളം ശ്രമിച്ചിട്ടും ഒന്നും അവർക്ക് ചെയ്യാനായിട്ടില്ല എന്നതിന് ഈ കാലം തന്നെ സാക്ഷിയാണ്. ദിവസ വരുമാനം പോലും തികഞ്ഞിട്ടില്ലാത്ത അറേബ്യയിലെ ഒരു കാലമുണ്ടായിരുന്നു. കള്ളവും മറ്റും വളരെ വ്യാപകമായിരുന്നൊരു കാലമുണ്ടായിരുന്നു. ചൂഷണവും അടിമത്തവും നിറഞ്ഞിരുന്നൊരു കാലമുണ്ടായിരുന്നു അന്ന് അങ്ങേ 7ാം നൂറ്റാണ്ടിൽ. അവിടെയുള്ള ജനങ്ങളിൽ സക്കാത്ത്, സ്വതക്ക സ്വീകരിക്കാൻ പോലും ആളുകളില്ലാത്തൊരു സന്ദർഭം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലവിൽ വരുത്തുകയുണ്ടായി. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടപ്പിൽ വരുത്തിയ, പ്രവാചകന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ട് രാജ്യം ഭരിച്ച അമവി ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സക്കാത്ത് വാങ്ങാൻ പോലും ആളുകൾ ഉണ്ടായിരുന്നില്ല. അത്രമേൽ സമ്പന്നമായ, വളരെ സുസ്ഥിരതയുള്ള നാളുകൾ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഈ പാഠങ്ങളും, ഈ ഒരുപാടുള്ള പാഠങ്ങളും മറ്റും പ്രായോഗവൽക്കരിക്കുന്നത് മുഖേന മാത്രമേ നമുക്ക് ഈ ദാരിദ്ര്യത്തിൽ നിന്ന് ഈ സമൂഹത്തിന് മോചനം നേടാൻ കഴിയുകയുള്ളൂ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിലെ സൂറത്ത് റൂം 39 ആയത്തിലൂടെ പറയുകയുണ്ട്, ആയതിനാൽ ഫാത്തിഹത്തുൽ ഖുർആൻ എന്ന ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുകയാണ്, ആകയാൽ കുടുംബബന്ധമുള്ളവന് നീ അവൻ്റെ അവകാശം കൊടുക്കുക, അഗതിക്കും തെരുവ് മക്കൾക്കും അവരുടെ അവകാശം നൽകുക. അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യമാക്കി, അവൻ്റെ തൃപ്തി ലക്ഷ്യമാക്കി നിങ്ങൾ വല്ലവനും വല്ല സ്വത്തും ധാന്യമായി നൽകിയാൽ അവൻ തന്നെയാണ് വിജയികൾ. ജനങ്ങളുടെ സ്വത്തുക്കളുടെ വളർച്ച നേടുവാനായി നിങ്ങൾ വല്ലതും പലിശക്ക് കൊടുത്താൽ അവൻ അള്ളാഹുവിങ്കൽ വിജയിക്കുകയില്ല.
അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വല്ലതും സക്കാത്തായി കൊടുത്താൽ അതാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും വലുപ്പമുള്ളതും ഏറ്റവും ഉത്തമമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മോട് പറയുന്നുണ്ട്. അങ്ങനെ ആ 23 വർഷക്കാലം കൊണ്ട്, ആ ചുരുങ്ങിയ വെറും 23 വർഷക്കാലത്തെ ജീവിതത്തിലൂടെ ഈ ലോകത്ത് ഈ 21-ാം നൂറ്റാണ്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനെല്ലാം പരിഹാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രായോഗികവൽക്കരിക്കുകയും നമ്മോട് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാണോ ഈ ആധുനിക ലോകം, ഈ 21-ാം നൂറ്റാണ്ട് നാം അടങ്ങുന്ന ഈ ആധുനിക ലോകം അതിന് തയ്യാറാകുന്നത്, അന്ന് മാത്രമേ ഈ ലോകത്ത്, ഈ രാജ്യത്ത് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് അസമത്വങ്ങൾക്കും അനീതിക്കും അക്രമങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ കഴിയുകയുള്ളൂ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ജീവിതത്തിലൂടെ നമ്മോട് ചെയ്യാനും കൽപ്പിച്ചതും, എന്താണ് ചെയ്യരുതെന്ന് കൽപ്പിച്ചതും, അത് അനുസരിച്ച് അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തഖ്വ ചെയ്ത് അവനെ മാത്രം ആരാധിച്ച് അവനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.